വചനവയൽ ക്വിസിലേക്ക് സ്വാഗതം. വചനവയൽ ആപ്പിലെ ഇ-ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. പഠനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം. ക്വസ്റ്റ്യൻ നമ്പർ 1. അവൻ മറുപടി പറഞ്ഞു, ഡാഷ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സൃഷ്ടാവ്. ക്വസ്റ്റ്യൻ നമ്പർ 2. തന്മൂലം പിന്നീടൊരിക്കലും അവർ ഡാഷ് ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, രണ്ടല്ല. ക്വസ്റ്റ്യൻ നമ്പർ 3. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. അവന് വളരെയേറെ ഡാഷ് ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സമ്പത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഫൈസേർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഡാഷ് നിയമാനുസൃതമാണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഉപേക്ഷിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5. ആര് അവരുടെ മേൽ കൈകൾ വച്ച ശേഷം അവിടെ നിന്ന് പോയി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അവൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ആർക്ക് കൊടുക്കുക എന്നാണ് യേശു പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദരിദ്രർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീലി വിട്ട് ജോർദാനക്കരെ ഏത് അതിർത്തിയിലാണ് എത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യൂദയായുടെ. ക്വസ്റ്റ്യൻ നമ്പർ 8. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം എന്ത് സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഒട്ടകം. ക്വസ്റ്റ്യൻ നമ്പർ 9. ആര് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ് എന്നാണ് യേശു പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ധനവാൻ. ക്വസ്റ്റ്യൻ നമ്പർ 10. ഡാഷ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ആ യുവാവ്. നന്ദി. വചനവയൽ ആപ്പിലെ ഇ-ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. നന്ദി.